പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾക്കെന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ പരിപാവനനേ. എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധാപൂർവം ദൈവവചനം ശ്രവിക്കുവിൻ. മിസ് യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 4 അധ്യായം 1 മുതൽ 10 വാക്യങ്ങൾ. മിശിഹ മകളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രു തന്നെയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവൻ, പിശാചിനെ ചേർത്ത് നിൽക്കുവൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവൻ, സന്ദിഗ്ധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6, 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്.
കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ കൊച്ചുമക്കളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. എത്ര അധ്യായം? 6-ാം അധ്യായം. എത്ര മുതലുള്ള വാക്യങ്ങളാണ്? 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് അച്ഛൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം നിക്ഷേപത്തെക്കുറിച്ചാണ്. ഡോണെ എഴുന്നേറ്റുന്നേ. ഡോണിന് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടോ? സേവിങ്സ് അക്കൗണ്ട് ഉണ്ടോ? ഏത് ബാങ്കിലാണ് സേവിങ്സ് ഉള്ളത്? അമ്മയ്ക്ക് അറിയുള്ളൂ, നിനക്കറിയത്തില്ലേ? മിസ്മി എന്തേ? മിസ്മി വന്നിട്ടില്ല. ആ മിസ്മി രാവിലത്തെ കുർബാനയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടില്ല. അയോണേ എന്നിട്ടിന്നേ. ഡോണിരുന്നോ? ചോദ്യം മാത്രം. അയോണയ്ക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടോ? അവളെ നോക്കണതിനാ? ഏത് ബാങ്കിലാ? ഉച്ചത്തിൽ പറ. ഫെഡറൽ ബാങ്കിലാ? എത്ര രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്? 2000 രൂപ? അതിൽ കൂടുതലുണ്ടോ? ഫിക്സഡ് ഇട്ടിട്ടുണ്ടോ? ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, സേവിങ്സ് ഡിപ്പോസിറ്റും ഉണ്ട്. സേവിങ്സ് ആണോ? ആവശ്യത്തിന് ഉപകരിക്കും. ഗൂഗിൾ പേ ഒക്കെ ചെയ്യോ? ചെയ്യത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. ഓക്കെ, ഇരുന്നോ. അതിന് എഴുന്നേറ്റുന്നേ. അതിനൊക്കെ ഏത് ബാങ്കിലാ? ഫെഡറൽ ബാങ്കിൽ തന്നെയാ? ഒറ്റ അക്കൗണ്ടാണോ? 2 അക്കൗണ്ടാണ്. എത്ര രൂപയുണ്ട്? 14,000 രൂപയോ? 11,000 രൂപയോ? പണക്കാരിയാണല്ലോ. ഇരിക്കേ. ഇന്ന് സുവിശേഷത്തിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നിക്ഷേപത്തെക്കുറിച്ചാണ്. ആണുങ്ങൾക്കൊക്കെ നിക്ഷേപം വേണം കേട്ടോ. ഡോണെ അതൊക്കെ അറിഞ്ഞിരിക്കണം. അമ്മയ്ക്കെല്ലാം അറിയണ്ട കേട്ടോ. വലിയൊരു ബാങ്കിൽ വലിയൊരു മുതലാളിയാവേണ്ടതാണ് നീ കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുന്നറിയോ? നിക്ഷേപം കരുതി വയ്ക്കുക എന്നാ സുവിശേഷം പറഞ്ഞു വയ്ക്കുക. എന്താണ് നിക്ഷേപം? നമ്മളൊക്കെ ഈ ലോകത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്നവരാ. കുറച്ചൊക്കെ പൈസ സൂക്ഷിച്ച് വെച്ചപ്പോൾ അതിനെയാണെങ്കിൽ 11,000 രൂപയുടെ മുതലാളിയാ, അയോണയാണെങ്കിൽ 2,000 രൂപയുടെ മുതലാളിയാ. ഇവിടെ ഇരിക്കുന്ന ലക്ഷപ്രഭുക്കളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ കേട്ടോ. ലക്ഷപ്രഭുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോകത്ത് നിക്ഷേപം കരുതി വയ്ക്കുന്നവരാ. ദൈവം പറയാ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയാ, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കണം. ലോകത്തിൽ മാത്രമല്ല, നിങ്ങളെ നിക്ഷേപങ്ങൾ കരുതിക്കോ. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കണം. എങ്ങനെയാ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ പറ്റുക? എങ്ങനെയാ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ പറ്റുക? ഉത്തരം. സോന സ്റ്റാൻഡപ്പ്. സോന, എങ്ങനെയാ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ പറ്റുക? നന്മ പ്രവർത്തികൾ. ഒരു നന്മ പ്രവൃത്തി. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ സ്വർഗത്തിൽ 1 രൂപ നിക്ഷേപം കയറും. 1000 രൂപ കയറും കേട്ടോ. സ്വർഗത്തിലെ അക്കൗണ്ടിൽ 1000 രൂപ കയറും കേട്ടോ. പിന്നെ മറ്റൊരാളെ സഹായിച്ചാൽ 2000 രൂപ കയറും. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക എന്ന സുവിശേഷം പറഞ്ഞു വയ്ക്കുക. ഇരിക്കേ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. നമ്മൾ ഈ ലോകത്ത് നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്നവരാ. പക്ഷെ തമ്പുരാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറഞ്ഞു വയ്ക്കുക, അമ്മയെ എഴുന്നേറ്റുന്നേ. അമ്മയാ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ അമ്മയെ എന്ത് ചെയ്യണം? നന്മ പ്രവൃത്തി ചെയ്യണം. ഒരു നന്മ പ്രവൃത്തി സോന പറഞ്ഞു കേട്ടോ. ഒരു വേറെ നന്മ പ്രവൃത്തി പറഞ്ഞേ. മറ്റുള്ളവരെ സഹായിക്കണം. അത് ഞാൻ പറഞ്ഞ നന്മ പ്രവൃത്തി. ഇപ്പോൾ 2000 രൂപയായി. ഒരു നന്മ പ്രവൃത്തി വേറെ പറഞ്ഞേ. പറയില്ലെന്നോ? ഒരു നന്മ പ്രവൃത്തി വേറെ പറഞ്ഞേ. അമ്മയ്ക്കറിയാം. ഒരു നന്മ പ്രവൃത്തി വേറെ ഇല്ലേ? പിന്നെ എൻ്റെ അമ്മയെ മോൾക്കറിയാലോ. പറഞ്ഞേ ഒരു നന്മ പ്രവൃത്തി.
ഏ ഏ നന്നായിട്ട് പഠിക്കുന്നത് നന്മ പ്രവൃത്തിയാണോ? അല്ല. നന്നായിട്ട് പഠിച്ചത് നിനക്ക് കൊള്ളാം. നന്മ പ്രവൃത്തി വേറെ, പഠിത്തം വേറെ. പഠിച്ചത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, വേറൊരു നന്മ പ്രവൃത്തി. അപ്പോൾ ഗുരുഭൂതനെ ബഹുമാനിക്കൽ നന്മ പ്രവൃത്തിയാ അല്ലേ? ക്ഷമിക്കൽ അല്ലേ? അനീതിയായിട്ട് ഇടികൂടുമ്പോൾ അവളെന്ത് അവളായിട്ട് ഇടികൂടുമ്പോൾ അവളോട് ക്ഷമിക്കുന്നതാണ് ഒരു നന്മ പ്രവൃത്തി കേട്ടോ. മാതാപിതാക്കൾ പറഞ്ഞ് അനുസരിക്കുന്നതാണ് ഒരു നന്മ പ്രവൃത്തി. കൂട്ടുകാരികളായിട്ട് വഴക്കൂടാതിരിക്കുന്നതാണ് നന്മ പ്രവൃത്തി കേട്ടോ. ഇരിക്കി കളിപ്പേര് വിളിക്കാതിരിക്കുന്നതാണ് നന്മ പ്രവൃത്തി. ഇതൊക്കെയാണ് കേട്ടോ. ജുവാനെ സ്റ്റാൻഡപ്പ്. ജുവാനൊരു നന്മ പ്രവൃത്തി പറഞ്ഞേ. അറിയില്ലെന്നാ? ഞാൻ തരാട്ടാ, അങ്ങോട്ട് വാ. ഒരു നന്മ പ്രവൃത്തി അറിയില്ല? ഒരെണ്ണം. ഫുഡ് വേസ്റ്റാക്കുന്ന ഒരു നന്മ പ്രവൃത്തിയാ കേട്ടോ. നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു നന്മ പ്രവൃത്തിയാ. മമ്മി പറയുന്ന അനുസരിക്കുന്ന നന്മ പ്രവൃത്തിയാ അല്ലേ? ആണ്. അപ്പോൾ ജുവാൻ സ്വർഗത്തിൽ പോകുമ്പോൾ അക്കൗണ്ട് ഉണ്ടോ? ഇല്ലേ? തുടങ്ങണം കേട്ടോ. സ്വർഗത്തിൽ അക്കൗണ്ട് തുടങ്ങണം, ഭൂമിയിലല്ല. എനിക്ക് നല്ല മോനാ കേട്ടോ. ഞാൻ എന്താ പറഞ്ഞതറിയോ? നമ്മളെല്ലാവരും സ്വർഗത്തിൽ അല്ല ഭൂമിയിൽ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നവരാ, പണം നിക്ഷേപിക്കുന്നവരാ. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക. എങ്ങനെ കരുതി വയ്ക്കുക? അത് നന്മ ചെയ്തിട്ടേ പറ്റുള്ളൂ. വേറൊരു അക്കൗണ്ട് ഇല്ല. നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നത് നിങ്ങളുടെ പേരിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആവണേ. ആ അക്കൗണ്ട് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ അതിൻ്റെ ബാങ്ക് മാനേജറാണ് ആര്? ഈശോ കേട്ടോ. മാനേജർ അവിടെ ഇരിപ്പുണ്ട് നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ പോവുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതുക, സ്വർഗത്തിൽ പണം നിക്ഷേപിക്കുക എന്ന് വെച്ചാൽ നന്മയിലൂടെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം, അത് കണ്ണിനെക്കുറിച്ചാണ് പറയണേ കേട്ടോ. കണ്ണിനെക്കുറിച്ച് പറയണേ. അൾഡോറ എഴുന്നേറ്റുന്നേ, സ്റ്റാൻഡപ്പ്. അൾഡോറ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക കണ്ണ് നല്ലതായിരിക്കണം എന്ന് പറയണേ കേട്ടോ. കേട്ടോ, കണ്ണ് നല്ലതായിരിക്കണം. അപ്പോൾ കണ്ണ് നല്ലതായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നല്ലത് കാണണം കേട്ടോ. ചീത്തയും കാണാൻ പറ്റും, നല്ലതും കാണാൻ പറ്റും അല്ലേ അൾഡോറ? അൾഡോറ ഏറ്റവും കൂടുതൽ കാണുന്നത് ചീത്തയാണോ നല്ലതാണോ? 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 ഓക്കെ. എന്താണ് നല്ലത് കാണാൻ പറ്റുക? എല്ലാവരും ഒരുപോലെ കാണുന്നത് ഒരു നന്മയാണ്. ദാറ്റ്സ് ഗുഡ് കേട്ടോ, നല്ല കണ്ണാണ്. ഓക്കെ, വേറൊരു നല്ല കണ്ണ് പറഞ്ഞേ. കുറ്റം പറയാതിരിക്കുന്നൊരു നല്ല കണ്ണാ കേട്ടോ. കുറ്റം കാണാതിരിക്കുക നമ്മുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. നമ്മളെല്ലാവരും 1000 നന്മ ചെയ്താലും അതിലെ കുറ്റം പറയുള്ളൂ കേട്ടോ. അൽഡോറ അങ്ങനെയല്ലല്ലോ, കുറ്റമൊന്നും പറയില്ല. മമ്മി എന്നുണ്ടാക്കി തന്നാലും സന്തോഷത്തോടെ കഴിക്കും, ഒരു കുഴപ്പമില്ല, കുറ്റമൊന്നും പറയില്ല. ഓക്കെ, അങ്ങനെ നല്ല കുട്ടികൾ അങ്ങനെയാണ് കേട്ടോ. അൾഡോറ അങ്ങനെ നല്ലൊരു പൈതല, കുറ്റമൊന്നും പറയാതെ ഫുള്ള് ഭക്ഷണം നന്നായിട്ട് കഴിക്കും കേട്ടോ. നല്ല പൈതലിൻ്റെ ലക്ഷണമാണ്. ഞാൻ ചോദിച്ചോട്ടെ, അൾഡോറയ്ക്ക് അൾഡോറേനെ കുറ്റം പറയുന്നവർ ഇഷ്ടമാണോ? അൾഡോറേനെ കുറ്റം പറയുന്നവരെ ഇഷ്ടമാണോ? അൾഡോറയുടെ കുറ്റം ഞാൻ പറഞ്ഞാൽ അൾഡോറയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുമോ? ഇല്ല. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? അതെ. പിന്നെ അൾഡോറ എന്നെ പറയുമോ, എന്നാലും അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. എന്നോട് പല പ്രാവശ്യം അൾഡോറ അങ്ങനെ പറയാറുണ്ട്, എന്തിനാ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞേ? ചിലപ്പോൾ ഈ പ്രസംഗം കഴിയുമ്പോൾ വന്നപ്പോൾ തന്നെ അൾഡോറോട് പറയും, അച്ഛൻ എന്നാലും എന്നെ പിടിച്ചൂലോ, അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞുല്ലോ എന്ന് ചോദിക്കും. അപ്പം ഞാനെന്താ പറയുന്നറിയോ? കുറ്റം പറയരുത്. അപ്പം ഞാൻ കുറ്റം പറയുന്നതുകൊണ്ട് അൾഡോറയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അൾഡോറയോട് തിരിച്ചൊരു ചോദ്യം, അൾഡോറ കുറ്റം പറയാറുണ്ടോ? വല്ലപ്പോഴും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അൾഡോറ മാത്രമല്ല, ഞാനടക്കം നമ്മളടക്കം എല്ലാവരും കുറ്റം പറയുന്നവരാ. ശരിയല്ലേ? കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വരെ കുറ്റം പറയും. സുവിശേഷം പറഞ്ഞു വയ്ക്കുക, നല്ലത് കാണുക, നല്ലത് പറയുക. എല്ലാ മനുഷ്യരിലും കുറ്റമുണ്ടല്ലേ? അൾഡോറ മോളിരുന്നോ? നല്ല മോളാ കേട്ടോ, ഇരുന്നോ. എന്താ പറഞ്ഞു വെച്ചേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട്. ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യനും കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. നന്മ കാണാൻ പറ്റുമോ? നന്മ പറയാൻ പറ്റുമോ? നന്മ ചിന്തിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്ക് നല്ലതും ചിന്തിക്കാം, തെറ്റും ചിന്തിക്കാം. നല്ലത് ചിന്തിക്കുമ്പോഴാണ് സ്വർഗം നമ്മളെ ഓർത്ത് സന്തോഷിക്കാം. പണ്ടൊക്കെ കേട്ട ഒരു കഥയുണ്ട്, കഥ പറഞ്ഞിട്ട് പറയാം. ഒരു കൃഷിക്കാരൻ തൻ്റെ തോട്ടത്തിൽ എന്നും കൃഷിത്തോട്ടം നനയ്ക്കാനായിട്ട് 2 കുടത്തിലും വെള്ളം നിറച്ചുകൊണ്ട് പോകും. എങ്ങനെയാ? 2 കുടത്തിലും വെള്ളം നിറച്ചുകൊണ്ട് പോകും. ഒരു കുടത്തിന് ചെറിയൊരു പൊട്ടലുണ്ട്.
മറ്റൊരു കുടത്തിന് ഒരു പൊട്ടലുമില്ല, നല്ല കുടമാണ്. അപ്പോൾ വെള്ളം നിറച്ചുകൊണ്ട് രണ്ട് കുടത്തിലും പോകുമ്പോൾ ഈ പൊട്ടിയ കുടത്തിൽ നിന്ന് എന്നും വെള്ളം താഴെ വീണ് പാതി വെള്ളം ഈ കൃഷിക്കാരൻ്റെ കൃഷിത്തോട്ടത്തിൽ എത്തിക്കാൻ പറ്റണുള്ളൂ. അപ്പോൾ കൃഷിക്കാരൻ എല്ലാ ദിവസവും ഈ പൊട്ടിയ കുടം തന്നെ പിടിച്ചുകൊണ്ട് പോവുക. പക്ഷേ ഒരിക്കൽ ഈ നല്ല കുടം പൊട്ടിയ കുടത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ പൊട്ടിയ കുടമേ, നിനക്ക് നാണാവില്ലേ? കൃഷിക്കാരൻ്റെ മനസ്സിനിണങ്ങി കൃഷിത്തോട്ടം നനയ്ക്കാൻ നിനക്ക് പറ്റണില്ല. കൃത്യമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു കുടം, നല്ല കുടം ചീത്ത കുടത്തോട് പറഞ്ഞു, നിനക്ക് പോയി ചത്തൂടെ. അപ്പോൾ ഈ പൊട്ടിയ കുടത്തിന് ഭയങ്കര സങ്കടമായി. പൊട്ടിയ കുടം കൃഷിക്കാരനോട് ഒരിക്കലും സംസാരിച്ചു എന്ന് പറയണേ. പൊട്ടിയ കുടം കൃഷിക്കാരനോട് പറഞ്ഞു, അല്ലയോ കൃഷിക്കാരാ, എന്നെ മാറ്റിയിട്ട് നല്ലൊരു കുടം നിനക്ക് എടുക്കാൻ പാടില്ലേ? എന്തിനാ ഈ പൊട്ടിയ എന്നെ നീ കൊണ്ടുനടക്കണേ? ഈ പൊട്ടിയ എന്നെ നശിപ്പിച്ചിട്ട് വേറൊരു നല്ല കുടം എടുത്താൽ നിനക്ക് നിൻ്റെ കൃഷിത്തോട്ടം നന്നായിട്ട് നനയ്ക്കാൻ പറ്റും. ഇപ്പം എനിക്ക് പാതി വെള്ളം എന്നെക്കൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ. നല്ലൊരു കുടമാണെങ്കിൽ നിനക്ക് നിറച്ച് വെള്ളം കൊണ്ടുപോകാൻ പാടില്ലേ? ഈ കൃഷിക്കാരൻ ഈ പൊട്ടിയ കുടത്തോട് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്, അല്ലയോ പൊട്ടിയ കുടമേ, പൊട്ടിയ കുടത്തോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ വരുന്ന വഴികളിൽ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ വരുന്ന വഴികളിലേക്ക് പൊട്ടിയ കുടം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നിറച്ച് ചെടികളാണ്. പൊട്ടാത്ത കുടത്തിൻ്റെ അവിടെ ഒട്ടും ചെടിയില്ല. പൊട്ടിയ കുടത്തിന് നിറച്ച് ചെടികളാണ്, അതിലൊക്കെ പൂക്കളാണ്. ഈ കൃഷിക്കാരൻ പറഞ്ഞെങ്ങനെയാ, ഈ പൊട്ടിയ ഭാഗത്തുനിന്ന് വീഴുന്ന വെള്ളം കൊണ്ടാണ് എൻ്റെ മുറികൾ മുഴുവൻ പൂക്കൾ വെച്ച് ഞാൻ അലങ്കരിക്കുന്നത്. അതുകൊണ്ട് നീ പൊട്ടിയതാണെങ്കിലും നിന്നെക്കൊണ്ട് ഉപയോഗമുണ്ട്. എനിക്ക് എന്താ ഈ കഥയിലൂടെ പറയാനുള്ളതെന്നറിയോ? നമുക്കൊക്കെ പൊട്ടുകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷെ നല്ലത് കാണാൻ പഠിച്ചാൽ നമുക്ക് നല്ലത് പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും നല്ലത് പറയുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് ആർക്കും നമ്മുടെ കുറ്റം പറയുന്നവരെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാ നമ്മൾ കുറ്റം പറയണേ? നമുക്ക് ആർക്കും നമ്മളെ വേദനിപ്പിക്കുന്നവരെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാ നമ്മൾ വേദനിപ്പിക്കണേ? അപ്പം അതുകൊണ്ട് നല്ല കണ്ണ് നിങ്ങൾക്കുണ്ടാകട്ടെ, എന്ന് വെച്ചാൽ നല്ലത് കാണാനുള്ള കണ്ണ് നിങ്ങൾക്കുണ്ടാവട്ടെ. അവസാനത്തെ കാര്യം, 2 യജമാനന്മാരെ പറ്റില്ല എന്നാ സുവിശേഷം പറഞ്ഞു വയ്ക്കുക. എന്ന് വെച്ചാൽ ദൈവത്തെയും പിശാചിനെയും, ദൈവത്തെയും പണത്തെയും, ദൈവത്തെയും അധികാരത്തെയും സ്നേഹിക്കാൻ പറ്റില്ല. ഒന്നേ പറ്റുള്ളൂ, ദൈവത്തിന്. ദൈവത്തെ കൂട്ട് നടക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവും. പണത്തിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക്, പിശാചിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകില്ല, എന്നും വേദനയായിരിക്കും. നിങ്ങൾ ഓർത്തൊക്കെ, പണം എവിടെയുണ്ടോ അവിടെ പ്രശ്നമുണ്ട്. പണമില്ലേ ഒരു കുഴപ്പമില്ല. അത്യാവശ്യത്തിന് പണം വേണം, വേണ്ടെന്നല്ല, ആവശ്യത്തിനുള്ള പണം മതി. പണം കൂടുതലുള്ള ഏത് ഭവനത്തിലും വഴക്കൊച്ചപ്പാടാ മക്കൾ തമ്മിൽ, ശരിയല്ലേ? പണമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് അവർ മുന്നോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ സുവിശേഷം തരുന്ന 3 സന്ദേശങ്ങളുള്ളൂ. ഒന്നാമത്തെ കാര്യം, സ്വർഗത്തിലെ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക. അത് ഡെപ്പോസിറ്റഡ് എന്ത് നിങ്ങളുടെ നന്മ പ്രവൃത്തികളാണ്. രണ്ടാമത്തെ കാര്യം, നല്ല കണ്ണോടെ എല്ലാവരും കാണുക, നല്ലത് പറയുക. മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കുക. ഈ 3 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി എന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റു പറയാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതാവായ ദൈവമേ, എല്ലാ മക്കളെയും ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് വളർന്നു വരുവാനും അങ്ങേപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനുമുള്ള ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതാവായ ദൈവമേ, ഉരുൾപൊട്ടൽ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതാവായ ദൈവമേ, ദൈവവചന ചിന്തയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന എല്ലാ മത അധ്യാപകരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കുവാനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിനു അച്ഛനെയും സിസ്റ്റേഴ്സിനെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ,
അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദ്രകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അചകണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടി നീ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ. പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ പാരിഷുകാളിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ, സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ. ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട് ഈശോയെ. സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. 10ാം ക്ലാസ്സിൽ +2 പലവിധ കോഴ്സുകൾ ചെയ്യുന്നവർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, വിദൂരങ്ങളിൽ പഠിക്കാനായിട്ട് പോയിട്ടുള്ള മക്കൾ, ഈശോയെ പഠിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള കൃപകളും ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണേ കർത്താവേ. പ്രത്യേകമായിട്ട് ആ മക്കളുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു. അതോടൊപ്പം പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ, പ്രത്യേകമായിട്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ കർത്താവേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിൽ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, പലവിധത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്നവർ, മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ആസക്തികളിൽ പെട്ടുകഴിയുന്നവർ, ഈശോയെ എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകലശക്തിയും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടി സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച്
മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം നൽകുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാൻ നിൽക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീതാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശാരീരികവും സർവ്വത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെയും മാമോദീസായും ശരീരത്തിന്റെ ഉറപ്പും നിത്യാസനങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീഴ്ച നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംലഗ്നനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണേതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഒലിവിൻ ചില്ലകളൊന്നായി വീശി പുഞ്ചിരി തൂകി പാടുന്നു. നീഹാരം മുത്തമിടും ഷാരോണിൻ താഴ്വാരം. ഓസ്ലേമിൻ തെരുവീതികളിൽ ഉയരും കാഹള സംഗീതം. ഓശാന 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 ഓശാന. നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കരകത്തിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽവായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വരെ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. എന്നുള്ളിൽ നീ വന്നിടണേ,
ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകോദരൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരങ്ങളായി നമുക്ക് വാഴ്ത്താം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവനായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തമ്പുരാന്റെ ആശീർവാദം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചുള്ള സ്ഥലത്തെ അച്ചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. കുർബാന കടങ്ങളെ പൂർത്തിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ അല്ല എന്നറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.